സ്വാമി ശരണയ്യപ്പ. സ്വാമി ശരണയ്യപ്പ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ ചെറിയ വീഡിയോയിൽ നമ്മുടെ അയ്യപ്പനെ കുറിച്ചാണ്. ശബരിമല അയ്യപ്പനെ കുറിച്ച്. ഈ അയ്യപ്പൻ്റെ പേര് എങ്ങനെ നമ്മൾ പറയപ്പെടുന്നു? ഞാൻ ചില സ്വാമിമാരോട് അന്വേഷിച്ചു. അവർക്ക് അറിഞ്ഞുവിടാന്ന് പറഞ്ഞു. അയ്യപ്പനെ കുറിച്ച് അയ്യപ്പൻ വിളിക്കുന്നുണ്ട്, പക്ഷേ അതെങ്ങനെയാണെന്ന് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ കേട്ടറിഞ്ഞത് അവർക്ക് പറഞ്ഞു കൊടുത്തു. അയ്യപ്പനെ കുറിച്ച് എല്ലാം മറ്റും എനിക്കറിയത്തില്ല. ഈ അയ്യപ്പൻ എന്നുള്ള പേര് വന്നത് തമിഴ്നാട്ടിലെ ഭക്തന്മാർ അവർ വിളിച്ചിരുന്ന പേരാണ് അയ്യപ്പൻ്റെ പേര്. ഇന്നും അങ്ങനെ തന്നെയാണെന്ന എൻ്റെ അറിവ്. അഞ്ചപ്പൻ എന്നായിരിക്കും. അഞ്ചപ്പൻ എന്നാണ് അവർ വിളിച്ചുകൊണ്ടിരുന്നത്. ആ അഞ്ചപ്പനെ നമ്മൾ ഇവിടെ മലയാളികൾ അയ്യപ്പ എന്നാക്കി. അങ്ങനെയാണ് അഞ്ചപ്പനെ നമ്മൾ അയ്യപ്പൻ എന്ന് പറയാൻ തുടങ്ങിയത്. ഈ അഞ്ചപ്പൻ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളെ സാക്ഷ്യപ്പെടുത്തിയുള്ള പേരാണ്. ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഏതാണ്ട് എല്ലാവർക്കും അറിയാം. അറിയാത്തവരുമുണ്ട്. സത്യം. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി. ഒന്നുകൂടി പറയാം. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി എന്ന് പറയപ്പെടുന്നു. ഈ 5 ഭൂതങ്ങളുടെ നാഥനാണ് അയ്യപ്പൻ. അതായത് അഞ്ചപ്പൻ എന്ന് പറയുന്ന അയ്യപ്പൻ. നമ്മൾ ശരണം വിളിക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ, ഭൂതനാഥനെ ശരണയ്യപ്പ എന്ന് പറയുന്നുണ്ടല്ലോ. ഇങ്ങനെ എൻ്റെ ഈ ചെറിയ വീഡിയോയിൽ ഞാൻ ദിവസേന ഓരോ വീഡിയോ കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. ചെറിയ ടൈമേ ഉണ്ടാവുള്ളൂ. പ്രേക്ഷകരായ നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.